എപ്പിസോഡ് കുറച്ച് റിലാക്സിങ് എപ്പിസോഡാണ് കേട്ടോ. എല്ലാവരും ചെറിയ പോസിറ്റിവിറ്റി, അതായത് എല്ലാ ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും കരയുന്ന ആൾക്കാരുണ്ടായിരുന്നു, വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, എന്നാൽ ചിരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എനിക്ക് അക്ബറിൻ്റെയും നെവിനെയും തോന്നി. കാരണം ഒരാൾ ഡൗൺ ആയിരിക്കുമ്പം വന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്ന രീതി, അതിലൊക്കെ എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നി. പിന്നെ മാത്രമല്ല നോമിനേഷൻസ് അവിടെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു എല്ലാവരും നോമിനേറ്റ് ചെയ്യാൻ. ആരെ? അക്ബറിനെ നെവിനെ. ഓഫ് കോഴ്സ് അതായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അത് ഓഫ് കോഴ്സ് അറിയായിരുന്നു ഈ വീക്കിൽ ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ആൾ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷൻസിൽ വരും. അത് എനിക്ക് എടുത്ത് പറയാനുണ്ട്. പലരും പറയുന്നു നൂറ് ടോപ്പ് 5 വന്നു എന്നാണ്. ടോപ്പ് 5 വരാം, പക്ഷെ വന്നിട്ടില്ല. ഇനി അടുത്ത വീക്കിൽ എവിക്ഷൻസിൽ പോയില്ലെങ്കിൽ ടോപ്പ് 5 വരും. അങ്ങനെയാണ്. അതായത് ടോപ്പ് 5 ഓൾറെഡി കിട്ടിയെന്നല്ല. ഇനിയപ്പോൾ ഈ വീക്കിലെ എവിക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത വീക്കിലെ എവിക്ഷനിലും പുള്ളിക്കാരി ഉണ്ടാവും, മിഡ് വീക്ക് എവിക്ഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ടോപ്പ് 5 വരാം. അപ്പം ഈ നോമിനേഷൻസ് എന്തായാലും എല്ലാവരും വന്നത് വളരെ നന്നായി. പിന്നെ മണി ബാങ്ക് വീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വീക്കിന്. അതായത് ഈ ആഴ്ച മൊത്തം മണി റിലേറ്റഡ് സംഭവമാണ്. പെട്ടിയില്ല, നന്നായി. ആദിലയുടെ ആ പ്ലാൻ അങ്ങ് പൊട്ടിച്ച് അങ്ങ് ബിഗ് ബോസ് കൈ കൊടുത്തു. അത് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. എല്ലാവരും വന്ന്, അത് കാരണം ഒരു ഫാമിലിയിൽ നിന്ന് 2 പേര് വന്ന് വെക്കണം. അപ്പോൾ ഓഫ് കോഴ്സ് അവരുടെ പ്ലാൻ എന്തായിരിക്കും? ഒരാൾ മുകളിലോട്ട് പോട്ടെ, ഒരാൾ പെട്ടിയെടുത്ത് പോയി കഴിഞ്ഞാൽ അയാളുടെ വോട്ടും സ്പ്ലിറ്റായിട്ട് മറ്റേ കിട്ടും. അപ്പോൾ അവർ ടോപ്പിലേക്ക് വരും. അത് എന്ത് നല്ല പ്ലാനാണ്, എന്ത് നല്ല അഡ്വാൻറ്റേജ് ആണ്. ആ പ്രിവിലേജ് ഇവർക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അത് നാച്ചുറലായിട്ട് വന്നതാണ്. അത് ഇവരായിട്ട് ഉണ്ടാക്കിയെടുത്ത വോട്ട് ബാങ്കാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അത് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ബിഗ് ബോസ് അവിടെ പണി കൊടുത്തു. എന്താണ്? അങ്ങനെയല്ല, എല്ലാവരും എൻഡ് വരെ ഉണ്ടാവും. മണി കിട്ടും, പൈസ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പലർക്കും പല രീതിയിലുള്ള മണി കിട്ടും. അത് വിന്നറിൻ്റെ അക്കൗണ്ടിൽ നിന്ന്, അതായത് വിന്നറിൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ നിന്നല്ല, വിന്നറിൻ്റെ ഫൈനൽ മണി എന്നാണ് പോവുക. ബാക്കിയെല്ലാം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് നല്ലൊരു പ്ലാൻ കേട്ടോ. എല്ലാവർക്കും അവിടെ കുറച്ച് പൈസ കിട്ടുന്നതിന് തെറ്റൊന്നും എനിക്ക് തോന്നിയില്ല. ഒരാൾക്ക് മാത്രം തന്നെ അവിടെ കളിച്ച എല്ലാവരോടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ, അവർക്ക് കിട്ടട്ടെ. അപ്പോൾ എന്തായാലും ഡിഫറൻറ്റ് സ്ട്രാറ്റജി കൊണ്ടുവന്നത് അത് ഏഴിൻ്റെ പണിയാണ്. അത് നന്നായിട്ട് കൊണ്ടിട്ടുള്ള അതിലേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എപ്പിസോഡിലുണ്ടായിട്ടോ. അപ്പോൾ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറയാം നെവിൻ്റെ കാര്യം. നെവിൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഡൗൺ ആയിരുന്നു. അത് അണ്ടർസ്റ്റാൻഡ് നെവിൻ ഡൗൺ ആവുന്ന കാരണം എന്താണ്? കാരണം നെവിൻ്റെയും അക്ബറിൻ്റെയും ഈ ക്യാപ്റ്റൻസിയുടെ ഒക്കെ പ്രോബ്ലമാണ് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്തില്ല. അവർക്കും കുറ്റമുണ്ട്, അവരാണ് ഇത് ട്രിഗർ ചെയ്തതും എല്ലാം ഉണ്ടായത്. പക്ഷേ എല്ലാ കുറ്റങ്ങളും ഇവരുടെ പേരിലേക്ക് വന്നുകൊണ്ട് ഇവർക്ക് ഒരു മോട്ടിവേഷൻ കുറവുണ്ടാവും, സ്വാഭാവികം. പക്ഷെ അവിടെ അക്ബർ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് എല്ലാ വീക്കിലും ആരെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്യും, അത് നാച്ചുറൽ ആണ്. അതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. അവരൊക്കെ അത് ഓവർകം ചെയ്യുന്നുണ്ട്. നീ ഓവർകം ചെയ്യും, നീ ഇത്ര നാളും കളിച്ച പോലെ കളിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള മോട്ടിവേഷൻസ് ഒക്കെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. അല്ലാതെ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ആളെ താത്തിയിട്ട്, അതായത് അവർ മോശം നീ നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല മോട്ടിവേഷൻ. അയാളുടെ ഗുണങ്ങൾ എടുത്ത് പറയുന്നത്, അയാളെ മോട്ടിവേറ്റ് ചെയ്യുക. അത് അക്ബർ ചെയ്തത് നല്ലൊരു സംഭവമാണ്. ഇന്നലെ ഞാൻ കണ്ടു ജയിലിൽ കിടക്കുമ്പം അക്ബർ മോട്ടിവേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് വേറൊരാളുടെ കുറ്റം പറഞ്ഞിട്ടില്ല, നീ നിനക്ക് പുറത്ത് പോയാലും നല്ല ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കുകളുണ്ടല്ലോ, അത് നല്ലൊരു പോയിന്റാണ്. അപ്പോൾ എനിക്ക് അതെടുത്ത് പറയാൻ തോന്നി കേട്ടോ. പിന്നെ അപ്പോൾ നെവിൻ്റെതായ ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇത്ര ഇതിൽ തെറ്റ് ചെയ്തു, എന്നെ ഫിസിക്കൽ അസാൾട്ട്, അത് ഫോർ ഷുവറാണ്. നെവിന് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഷാനവാസ് നെവിൻ്റെ മേലുണ്ടായ അലിഗേഷൻസ്, അതിനൊന്നും ലാലേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല, നെവിൻ്റെ കൂടെ നിന്നിട്ടില്ല. പിന്നെ മാത്രമല്ല നമ്മുടെ മറ്റേ പിച്ചി മന്തി അങ്ങനത്തെ കേസുകളൊക്കെ നെവിൻ പറഞ്ഞിട്ടും ആരും ഒന്നും ചോദിച്ചിട്ടില്ല, മിണ്ടിയിട്ടില്ല. ആ ഒരു ഇതും പുള്ളിക്കാരൻ ബാക്ക് മൈൻഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാവാം പുള്ളിക്കാരൻ ഇച്ചിരി ഡൗൺ ആയത്. പക്ഷെ എന്തായാലും വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും പുള്ളിക്കാരൻ ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ എപ്പിസോഡ് കണ്ടവർക്ക് നല്ലോണം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, വെറുതെ എടുത്തിട്ട് പോകുന്ന കുറച്ച് കണ്ടന്റ് അല്ല. പുള്ളിക്കാരൻ അവിടെ ഒരു എഫേർട്ട് ഇട്ടിട്ട് ആ ഇത്. പിന്നെ ബിഗ് ബോസും കളിക്കുന്നുണ്ട്, പുള്ളിക്കാരനെ വെച്ചിട്ടാണ് ബിഗ് ബോസും കളിക്കുന്നത്. ബിക്കോസ് ഹീസ് എ എൻ്റർടൈനർ, ഹീസ് എ കണ്ടന്റ് മേക്കർ. അതിന് പുള്ളിക്കാരനെ വെച്ചിട്ടാണ് ബിഗ് ബോസും കളിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നെവിന് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അത് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് തോന്നിയെന്ന് വരില്ല, ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എനിക്കത് എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു. ഇനി ഞാൻ വേറെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബാക്കി പെൺപിള്ളേരൊക്കെ നല്ല സാരിയെ കൊടുത്ത് റെഡി ആയിട്ടൊക്കെ വന്നിട്ടാണ് ക്യാപ്റ്റൻസിയൊക്കെ, നൂറൊക്കെ ക്യാപ്റ്റൻസൊക്കെ ആകുമ്പോഴേക്കും നല്ല വൃത്തിയൊക്കെ. അങ്ങനെ എല്ലാവർക്കും എല്ലാ ദിവസവും നിൽക്കാം, നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അത്. അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് നല്ല ഭംഗിയിലൊക്കെ നിൽക്കുക. സാരി കൊടുക്കണമെന്നല്ല, എന്തായാലും ആ ഒരു കുശുമ്പ് ഫേസോടെ നിൽക്കാതെ. അനുവിൻ്റെ ഫേസൊക്കെ ചില ദിവസങ്ങളിൽ രാവിലെ തൊട്ട് വീർത്തിരിക്കും, ഞാൻ പലപ്പോഴും കാണാം. ഇനി വരുന്നുണ്ട് കേട്ടോ, അയ്യോ ഞാനത് പറയാൻ പറ്റും, പ്രമോ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ ദിവസത്തെ സന്തോഷം നോക്കണ്ട, നാളെ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അനു, അത് പറയാം. അത് ഇപ്പം നല്ലത് പറയട്ടെ. അപ്പം അനുവിൻ്റെ ആ പോസിറ്റിവിറ്റിയൊക്കെ എനിക്ക് നന്നായി. ആ മോഹം വെപ്പിച്ച് നിൽക്കാതെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇവരെ ക്യാപ്റ്റൻ കിച്ചണിലിട്ടല്ലോ, അപ്പോൾ അനുവിന് സന്തോഷമായി, അനു ഹാപ്പിയാണ്. കിച്ചണിൽ കിട്ടിയ അനുവിന് ഹാപ്പിയാണ്, കാരണം അവിടെ കണ്ടന്റ് ഉണ്ടാക്കാമല്ലോ. അത് വരുന്നുണ്ട് നാളത്തെ എപ്പിസോഡിലൊക്കെ, അപ്പം ഇന്നത്തെ എപ്പിസോഡിലൊക്കെ വരും. അപ്പം പുള്ളിക്കാരി ഹാപ്പി. പിന്നെ അനീഷ് അനുമോൾ കോംബോ, അതെനിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് അനീഷ് ഈ കോംബോ പിടിക്കുന്നത്. അനീഷ് ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന അനീഷ് ഇപ്പോൾ ഒറ്റയ്ക്കും അല്ല, ഒരു കോംബോവും പിടിച്ച്. എന്തിനാണ് അനീഷും അനുമോളും കോംബോ? ഈ ലാസ്റ്റ് 2 ആഴ്ചയുള്ളൂ. അതൊന്ന് പ്രേക്ഷകർക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പോലുള്ള സമയമില്ല ആ ഒരു കോംബോ ഒക്കെ വന്നത്. പലർക്കും ഇഷ്ടമല്ല. അപ്പം അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്നതുകൊണ്ടാണ് പലർക്കും ഇഷ്ടമുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോഴും പറയുവാണ്,
ആൾക്കാർക്ക് അനീഷ് എന്നുള്ള വ്യക്തിയിലെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് കളിക്കും, ഒറ്റയ്ക്ക് നിൽക്കും എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അനീഷിൽ നിന്ന് ഇപ്പം മിസ്സിംഗ് ആണ്. അപ്പം അനീഷ് അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുമോളാണെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ലൈവ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും എന്താണ് പുള്ളിക്കാരി മാക്സിമം ഇടുവാണ്. അനീഷ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്തോളൂ. പക്ഷേ ഇത് ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കുക. ഇതിലുള്ള എല്ലാം ഗെയിമാണ്. അപ്പം ഗെയിം കളിക്കാൻ വന്ന അനീഷ് അവിടുന്ന് ട്രാക്ക് മാറിപ്പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് അനീഷ് നല്ലതല്ല. ഫൈനൽ വീക്കിലേക്ക് വരുവാണ്, ഫിനാലെയാണ്. ഫൈനൽ വീക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് കളിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ കിച്ചണിലൊക്കെ അവർ സുഖമായിട്ടൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ സമ്മാനാണ് കിച്ചൺ ക്യാപ്റ്റൻ. അപ്പോൾ അങ്ങനെ അനു ഹാപ്പി, എല്ലാവരും ഹാപ്പി, എല്ലാവരും അവിടെ ടാസ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്, വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഷാനവാസിന് ഫ്ലോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഷാനവാസിന് ഇത്ര ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളല്ലേ, പിന്നെ എന്തിനാണ് ഫ്ലോറൊക്കെ ചെയ്യുന്നത്? അതെന്തുകൊണ്ടാണ് ആദില നൂറൊക്കെ പറയാത്ത ഷാനവാസിൻ്റെ ജോലി ഞങ്ങൾ അങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ല നിങ്ങൾ? ബിഗ് ബോസ് ഷോയിലൊക്കെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് സ്നേഹം കാണണമെങ്കിൽ അങ്ങനെയൊക്കെയാണ്. ഞാൻ പറയട്ടെ, ജിസേലിൻ്റെ കയ്യിൽ സ്റ്റിച്ച് വന്നപ്പം ആര്യൻ തുണി കഴുകി കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആര്യനെ കുറേ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ, ഓർമ്മയുണ്ടോ? പക്ഷേ ആര്യൻ ചെയ്ത കാര്യമുണ്ടല്ലോ, അത് പുള്ളിക്കാരി സ്റ്റിച്ചുണ്ട്, നല്ല സ്റ്റിച്ചുണ്ട്. പുറത്തൊക്കെ ഇൻ്റർവ്യൂവിൽ വന്നിട്ടൊക്കെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് നല്ല ഹാർഡത്തിലുള്ള സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ശരിക്കും ഷാനവാസിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഷാനവാസിന് റെസ്റ്റാണ് വേണ്ടത്. സത്യമായിട്ട് ഞാൻ പറയുന്നത് റെസ്റ്റാണ് വേണ്ടത്. പുള്ളിക്കാരൻ നോർമലായിട്ട് റെസ്റ്റും ചെയ്യുന്നവരെ ഞാൻ കാണുന്നില്ല, ഇവരൊട്ടും കെയറും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ. രാത്രിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ വിചാരിച്ചു, എന്തിനാ ഇത്ര രാത്രിയൊക്കെ ഇരിക്കുന്ന, പോയി കിടന്ന് ഉറങ്ങൂ എന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും അതാണ് എനിക്ക് പോയിന്റ് പറയാനുള്ളത്. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നൂറൊക്കെ എടുക്കാമല്ലോ, ക്യാപ്റ്റനായുള്ള ഷാനവാസിനെ കൊണ്ട് ചെയ്യേണ്ട, ഞാൻ ചെയ്യുന്ന ഷാനവാസിക്ക് റെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് കേട്ടോ നിങ്ങൾ? ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഭയങ്കര ഒരു ഗെയിം മോഡിൽ മാത്രമാണ്. ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല കേട്ടോ, ഗെയിം മോഡ് മാത്രമാണ്. പിന്നെ നൂറേയും ആദിലയും തമ്മിൽ മാത്രം ഒരു ജെനുവിനിറ്റി ഉണ്ട്, ബാക്കിയൊക്കെ ഗെയിമാണ്. അത് എപ്പോഴും ഇങ്ങനെ പോകുന്നവർ ഇങ്ങനെ അത് എടുത്തെടുത്ത് കാണിക്കും. ഫോർ എക്സാമ്പിൾ ഇന്ന് അനുമോളും ഷാനവാസും തമ്മിൽ കുറച്ച് എതിർപ്പുണ്ട്. ഷാനവാസിന് മറ്റേ അക്ബറിനെയും നെവിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അനുമോൾക്കാണെങ്കിൽ മനസ്സിലായി നെവിൻ ഔട്ടാവാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മറ്റേ ഇഷ്യൂ, ഷാനവാസ് നെവിനായിട്ടുള്ള ഇഷ്യൂവിൽ അവിടെ ഒരു ചെറിയ പോസിറ്റിവിറ്റി ചിലപ്പോൾ നെവിൻ്റെ സൈഡിലേക്ക് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവാം എന്ന് തോന്നിയുകൊണ്ടാണ് അനുമോള് കുറച്ച് നെവിൻ്റെ സൈഡിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? നെവിനെ ഒറ്റപ്പെടാതിരിക്കാൻ നോക്കുന്നത്, അങ്ങനത്തെ കുറച്ച് നല്ല നല്ല രീതിയിൽ പെരുമാറുന്നത് കണ്ടോ. അപ്പോൾ അനുമോളോട് ഗെയിം കളിക്കുന്നുണ്ട്, പുള്ളിക്കാർക്ക് ഗെയിം അറിയും. ഇത് അതിലൂറയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. ആ ലെവൽ ഓഫ് ഗെയിം ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ബാക്കി പലതൊക്കെ ചെയ്യും. പക്ഷേ അതാണ് പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ഗെയിം ആണല്ലോ. അപ്പോൾ അനു അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു എതിർപ്പ് ഷാനവാസിൻ്റെ അഗേൻസ്റ്റ് കണ്ടു ഞാൻ. അപ്പം അത് ഇനി മിക്കവാറും അത് ചിലപ്പോൾ ഒന്ന് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് ഈ വീക്ക്. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നത്. ഇനി നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നു, നോമിനേഷന് മുമ്പ് അവർ ചോദിച്ചിട്ടുള്ളത് മാക്സിമം നോമിനേഷൻ ആർക്കാണ് കിട്ടിയത് ഈ തവണ എന്നുള്ളത്. അപ്പോൾ അനുമോൾക്കും നെവീനുമാണ് കിട്ടിയത്. അവിടെ എല്ലാവരും ഒരു സ്പീച്ചൊക്കെ നടത്തി. അനുമോൾ പറഞ്ഞു ഞാൻ ചെയ്ത് കുടുംബ പ്രേക്ഷകരാണ്, ഞാൻ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു പല സ്പീച്ച്, പുള്ളിക്കാരുടെ നോർമലായിട്ടുള്ള ടോക്സ്. പക്ഷേ നെവീനെ പറയുകയാണെങ്കിൽ നെവീൻ കുറച്ചൊന്നും ഡിപ്രഷൻ മോഡിലായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ അതിൻ്റെതായ ഒരു സെൻറ്റിമെൻറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പുറത്തെടുത്തു. എനിക്കത് ജെന്യുവനായിട്ടാണ് തോന്നിയത്. എനിക്കങ്ങനെ അഭിനയമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ചിലർക്കത് ഡ്രാമയായിട്ട് തോന്നും, അത് പ്രേക്ഷകരെ ഡിപ്പെൻഡ് ചെയ്യും എങ്ങനെയാണ് അത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഫിൽറ്റർ ഒന്നുമില്ല, PR ഇല്ല, എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞാണ് പോയത്. PR ഇല്ല എന്നുള്ളത് എനിക്കറിയാം, കാരണം വെച്ചാൽ ഞാൻ നെവിനെ കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എപ്പിസോഡിലൊക്കെ. നേരത്തെ പഴയ റിവ്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ നെവിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറ്റാക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ മറ്റുള്ളവരുടെ, അതായത് ഷാനവാസിൻ്റെയോ അനുവിൻ്റെയോ നെഗറ്റിവിറ്റി അവിടെ പറഞ്ഞു പോയാൽ പിന്നെ പൂര അറ്റാക്കാണ്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നെവിന് PR ഇല്ല, അത് കുറവാണ്, വളരെ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറുതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് നെവിൻ പറയുന്നുണ്ട്. പിന്നെ അനീഷിൻ്റെ സ്പീച്ച് ഉണ്ട്. അനീഷിൻ്റെ സ്പീച്ചിൽ അനീഷ് പറയുന്നത് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഇത്ര സ്നേഹമാണ്, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടി, അത് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ. അതുകൊണ്ടല്ല, അവർക്കറിയാം അനീഷ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് എടുത്തതെന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാനാണ് അവർക്ക് പുറത്തേക്ക്. കാരണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വോട്ട് ബാങ്ക് ഉണ്ടാവില്ലേ, അത് കുറയ്ക്കാൻ വേണ്ടി അവർ ബുദ്ധിപൂർവ്വം കളിച്ചതാണ് അവിടെ. അപ്പം അനീഷിന് കാര്യം ആലോചിക്കണം, ഏറ്റവും കൂടുതൽ ജയിലിൽ പോയത് അനീഷാണ്. അവിടെ വീടിനകത്ത് അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അവ ടാർഗറ്റ് ചെയ്തപ്പം ലാസ്റ്റൊക്കെ ഇപ്പം ലാലേട്ടൻ പറഞ്ഞു തന്നപ്പം ബാക്കിയുള്ളൊരു ടാർഗറ്റിങ് നിർത്തി. അത് കണ്ടോ? അപ്പം ഇത് മനസ്സിലാക്കിക്കോ. അപ്പോൾ അനീഷിന് ഫുൾ ലോസ്റ്റ് ആണ് കേട്ടോ. അനീഷ് അതൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരെയും വീട്ടിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മൾ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാൻഡിൽ നിൽക്കണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇൻവൈറ്റ് അതൊക്കെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതി. ഈ ഗെയിമിൽ നിൽക്കുമ്പം ആ ആദ്യത്തെ മോഡിലുള്ള അനീഷിനെയാണ് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് ഫൈനൽ വീക്കിലേക്കൊക്കെ വരുമ്പം. അനീഷ് അതൊക്കെ മാഞ്ഞ് ഇപ്പം പോയി, എല്ലാം പോയി, അവിടെ ഇരിക്കുന്നുണ്ട് അനീഷ്. അയ്യോ, അത് പോയി. ഇനി നോമിനേഷനിൽ ഞാൻ പറഞ്ഞല്ലോ, ഷാനവാസിന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കേട്ടോ, നോമിനേഷൻ ഉണ്ടാവും.
രണ്ടുപേരേ വരുള്ളൂ, ഞാൻ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യും നമ്മൾ. അതുകൊണ്ടാണ് ബിഗ് ബോസ് അത് മനസ്സിലാക്കി ചെയ്തത്. അങ്ങനെയല്ല, ഫൈനൽ വീക്കിലേക്ക് വരുമ്പോൾ നോമിനേഷൻസ് അങ്ങനെയാണ്. TTF പിന്നെ കളിച്ച ആൾക്കാർക്ക് എന്താണ് ബെനിഫിറ്റ്? ഫൈനൽ വീക്കിലേക്ക് വരാനുള്ള ഒരു ബെനിഫിറ്റ് ഇതാണ്, ഒരു ഇമ്മ്യൂണിറ്റി വീക്ക്. അതാണ് സംഭവം. അപ്പോൾ അതാണ് ഷാനവാസ് അവിടെ നിന്ന് പറയുന്നത്. ഷാനവാസിന് ഒരു മാറ്റമില്ല, അതേ സംഭവം അവിടെ നിന്ന് പറയുന്നത്. അതേ വിദ്വേഷങ്ങളൊക്കെ എടുത്തിട്ട് അത് സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്കാരൻ സോറി പറയുന്നത് ഒക്കെ വേസ്റ്റാണ്. കാരണം അതൊന്നും പുള്ളിക്കാരൻ മനസ്സിലാവില്ല. പിന്നെ അക്ബർ കുറേ പാട്ടൊക്കെ പാടി നല്ല ആ കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു സമാധാനടേ ഈ വഴക്ക് നാളെ വിധേയം പിന്നെയും വഴക്ക് തുടങ്ങുന്നുണ്ട്. അതിന് ഭേദം കുറച്ച് സമാധാനത്തോടെ ഇരിക്കാമെന്ന് എനിക്ക് തോന്നിയതാണ്. പിന്നെ നമ്മുടെ മണി ടാസ്ക് വന്നത്, അതായത് ബിഗ് ബാങ്ക് വീക്ക് എന്ന് പറഞ്ഞിട്ട് ടാസ്ക്. അതിൽ എന്തായാലും നെവിന് കളിക്കാൻ പറ്റില്ല. പക്ഷേ നെവിൻ കളിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നെവിന് കണ്ടന്റ് ഉണ്ടാക്കണം. അപ്പോൾ നെവിൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലൊക്കെ നെവിൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് നെവിൻ ഗെയിം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലായോ? എനിക്ക് അതാണ് നെവിനിലെ ഇഷ്ടം. ഭയങ്കര നല്ല ഗെയിം ചേഞ്ചറാണ്. അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അവിടെ വേറെ ആൾക്കാർ അത്ര വലിയ ഗെയിം ചേഞ്ച് ഒന്നും ചെയ്തില്ല. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ് ബാക്കിയുള്ളവർ. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. അത് അനുമോളുടെ ഗെയിം ആണെങ്കിലും പ്രെഡിക്റ്റബിൾ. അനുമോൾ കിച്ചണിൽ വന്നാൽ എന്താ ഉണ്ടാവുക അത് നമുക്കറിയാം. അനുമോളുടെ കിച്ചണിൽ വന്നാലുള്ള ഇഷ്യൂ നമുക്കറിയാവുന്നതുകൊണ്ടാണ് ലാസ്റ്റ് വീക്കിലൊക്കെ അവർ കിച്ചണിൽ ഇടാതെ നിന്നപ്പോൾ ഞാനത് ക്രിട്ടിസൈസ് ചെയ്യാൻ അതുകൊണ്ടാണ്. കാരണം അനുമോൾ കിച്ചണിൽ വന്നാൽ പ്രശ്നം ഉണ്ടാക്കും. അനുമോൾ ഉണ്ടാക്കിയിട്ടാണ് ബാക്കി നെവിനൊക്കെ കിച്ചണിൽ കയറി. ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഇനിയും അത് തന്നെ ഉണ്ടാവും. അപ്പോൾ അനുമോളുടെ കണ്ടന്റൊക്കെ എക്സ്പെക്റ്റഡ് ആൻഡ് പ്രെഡിക്റ്റബിൾ കണ്ടന്റ് ആണ്. അപ്പോൾ നെവിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ കണ്ടന്റ് ഡിഫറെൻ്റ് ആണ്. നെവിൻ ഇന്ന് ടാസ്കിൽ പോയി പണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 350 രൂപ അങ്ങനെ അത്ര കിട്ടിയുള്ളൂ പുള്ളിക്കാരൻ. അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടോ. അത് എല്ലാവർക്കും കൊടുത്തു. കൂടുതൽ പൈസ അനീഷിന് കൊടുത്തു, പിന്നെ അനുവിന് കൊടുത്തു, ആദിലേക്ക് കൊടുത്തു, പിന്നെ ആർക്കാണ് സാബുമാൻ കൊടുത്തു? ഇല്ല, സാബുമാനല്ല, അക്ബറിന് കൊടുത്തു തോന്നുന്നു കേട്ടോ. ഒരു 10 അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നൂറയ്ക്കും കൊടുത്തു തോന്നുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്തേൽ പുള്ളിക്കാരൻ പോയി സ്റ്റോർ റൂമിൽ പോയപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ അത് കിട്ടി. ഇത് 15,000 ഒരു ചെക്ക്. അത് എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ ഓടുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടന്റ് ആണ്. പുള്ളിക്കാരൻ കണ്ടന്റ് ആണ്. പുറകെ ആദിലാനൂറ. അവിടെ ആദിലാനൂറയ്ക്ക് ചെറിയൊരു നെഗറ്റീവ് അടിക്കും. കാരണം എന്താ അറിയോ, നെവിൻ്റെ ഇത് നൂറ പറഞ്ഞു ക്യാപ്റ്റനാണ്, എനിക്ക് നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു വെച്ച ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ആരുടെ കയ്യിലാണ് കിട്ടിയെന്ന് പറയുമ്പം നെവിൻ പറയുന്നത് എൻ്റെ കയ്യിലാന്ന് പറഞ്ഞപ്പം അവിടെ ആദിലടിക്കുന്ന ഡയലോഗ്, അത് എപ്പിസോഡിൽ ഇല്ല കേട്ടോ, ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. ആദില അത് സമ്മതിച്ചോളൂ. അല്ല ഇപ്പം നൂറുടെ കയ്യിലാണ്, നൂറയ്ക്കാണ് അവകാശം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു ആദ്യം അടുത്ത് ആരാണോ അപ്പോൾ അയാൾക്കാണ് ഡിസിഷൻ പവർ എന്ന് പറഞ്ഞിട്ട് നെവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു നെഗറ്റീവ് സംഭവം. അത് എന്തിനാണ് ബിഗ് ബോസ് കട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തോ ആയിക്കോട്ടെ. പക്ഷേ അവിടെ അതുകൊണ്ടാണ് നെവിൻ അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഞാൻ തരില്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുത്താനും മിക്കാറും അവർക്ക് കൊടുത്താനും. ഒന്നും അവരൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് കൊടുത്താനും മിക്കാറും 15,000 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് പകരം അക്ബറിനെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നെവിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രഡിക്റ്റബിൾ അല്ല, കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. അതാണ് ബിഗ് ബോസിലൊരു കണ്ടന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് ഒരു രസം. അപ്പം അതങ്ങനെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബെല്ല് വെച്ചിട്ടുള്ള ടാസ്ക്, അത് നമ്മൾ സീസൺ 6 ഉണ്ടായിരുന്നു. എന്നാൽ വേറെ രീതിയിലാണ്. ഇതിപ്പോൾ മണി ടാസ്ക് യൂസ് ചെയ്ത് ബെല്ലടിച്ച് ലാസ്റ്റ് ഔട്ടാവുന്ന ആൾക്ക്, ലാസ്റ്റ് നിൽക്കുന്ന ആൾക്ക് പൈസ കിട്ടും. അത് 25,000 ആയിരുന്നു. അത് അതിലേക്കാണ് കിട്ടിയത്. നല്ലോണം പണി എടുത്തിട്ടാണ് കഴിയുന്നത്. അതിലെ മണി ബാങ്ക് ഒക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു രക്ഷയില്ല, പണിയെടുത്ത് തന്നെ പൈസ ഉണ്ടാക്കണം. അത് നല്ലോണം ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറുതെ ആരും പൈസ കൊണ്ടുപോകണം. അത് മാത്രമല്ല എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ബിഗ് ബോസ് വാങ്ങിക്കാനായിട്ട്. നെവിൻ ഒഴികെ ബാക്കി എല്ലാവർക്കും യു ക്യാൻ ഗെറ്റ്. എത്ര ഏൺ ചെയ്യുന്നുള്ളത് അവരവരുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലാതെ വേറെ ഒന്നുമില്ല. അവർ അപ്പോൾ അതിലേക്ക് പൈസ വേണമെങ്കിൽ അതിൽ നല്ലോണം വർക്ക് ചെയ്യണം. അല്ല വെറുതെ ഒന്ന് പെട്ടി എടുത്തുകൊണ്ട് പോയിട്ട് അത് ശരിക്കും ബോറായിരുന്നു. പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന കേസാണെങ്കിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയത് എനിക്കിഷ്ടമായി ശരിക്കും പറഞ്ഞാൽ. അതിൽ അൺപ്രഡിക്റ്റബിലിറ്റി വേണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത് നമുക്ക് അറിയായിരുന്നു അതിലെടുക്കത്തുള്ളൂ. പക്ഷെ അവരെങ്ങനെ എടുക്കുന്നു, ഇനി അത് എടുത്തു പോയാലും അവർ നല്ലോണം വർക്ക് ചെയ്തിട്ട് എടുക്കട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 50,000-അടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് പൈസ ഇനിയും ഉണ്ടാവും. ഇനിയും നാളെയൊക്കെ നല്ല വരും. അതാണ് എനിക്ക് കുറച്ചൊരു പൈസയൊക്കെ ഉണ്ടാവും. ഒരു 10 ലക്ഷം ഒക്കെ കൊടുക്കുമായിരിക്കും 10-15 ലക്ഷമായിരിക്കും അവരുടെ എയിം എന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രോബബ്ലി. പിന്നെയാണ് നൂറ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് ഫൈനൽ ഫൈൽ വന്നു. ഞാൻ അപ്പോഴാണ് ഓർത്തത് ഫൈനൽ ഫൈലല്ല നൂറ വന്നിരിക്കുന്നത്, ഫൈനൽ വീക്കിലേക്കാണ്. ഫൈനൽ ഫൈലിൽ വരണമെങ്കിൽ ഇനി അടുത്ത ഒരു നോമിനേഷൻ, അടുത്ത ഫുൾ നോമിനേഷൻ വരുമ്പോഴും അതിൽ വോട്ട് കിട്ടണം, എന്നിട്ട് ടോപ്പ് 5ലേക്ക് എത്തും. അങ്ങനെയാണ് വരാം. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് ഇവിടെ കൊടുത്തെന്ന് വെച്ചാൽ അതിലേക്ക് പോകാൻ പറ്റില്ല. അതിലയുടെ വോട്ടും കൂടി സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെ പറ്റുന്നത് കേട്ടോ. ലാസ്റ്റ് പ്രഡിക്റ്റബിൾ അല്ല, എങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് വോട്ടൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇതുവരെ വോട്ട് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ വോട്ട് ചെയ്യും, പറയാൻ പറ്റില്ല. അപ്പോൾ നോക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഷാനവാസ് അക്ബറിൻ്റെ ഇഷ്യൂ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് പറയുന്നുണ്ടല്ലോ അവിടെ അനുമോൾ പറയുമ്പം അതിലൂടെ പറയുന്നുണ്ട് ഷാനവാസ് ഭയങ്കര ഫീൽ ആയിട്ടുണ്ട്. ഷാനവാസിൻ്റെ സ്വഭാവം അനുസരിച്ച് ഷാനവാസ് ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കുന്ന ഒരാളല്ല. ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരി ഇത് മറക്കൂല, ജീവിതത്തിൽ അവസാനം വരെ മറക്കൂല.
ഇനി അതങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നവീൻ പുറത്തിറങ്ങിയാലും അത് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഷാനവാസ് എന്തായാലും അത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ പറയുന്നത് ഷാനവാസിന് ഭയങ്കര ഇഷ്ടമാണ് അക്ബറിനെ. അക്ബറിനെ അങ്ങനെ ചെയ്തുകൊണ്ട് ഷാനവാസിന് അക്ബറിനെ ഇഷ്ടമല്ല. ആദ്യമേ തൊട്ട് അക്ബറിനെ ഇഷ്ടമല്ല. അത് നമുക്ക് എല്ലാവർക്കും ഓഡിയൻസ് കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര സ്നേഹമൊന്നും അക്ബറിനോടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും അക്ബർ ഷാനവാസിനെ അഗേൻസ്റ്റ് ഒരു പ്രാവശ്യം പോയി. ഏതാണ് ആ ഫസ്റ്റ് ടാസ്ക്. അപ്പം തൊട്ടുള്ള ദേഷ്യമാണ് അതിനപ്പം. എനിക്കങ്ങനെ വലിയ ഇഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും ഇവർ ഒറ്റയ്ക്ക് ഒന്നും കളിക്കുമെന്ന് അറിയില്ല. ഇന്ന് നോക്കാം. ഇന്ന് എന്തായാലും പ്രൊമോ വന്നിട്ടുണ്ടെന്ന്. പ്രൊമോ കണ്ടല്ലോ. ഓഫ് കോഴ്സ് ആരായിരിക്കും കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അനുമോൾക്ക് വേറൊരു ലെവലാണ്. അനുമോളുടെ എന്തോ എനിക്കറിയില്ല. അത് എനിക്ക് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവമാണ്. ഞാൻ ആലോചിച്ചു അനുമോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോൾ പ്രൊമോ വന്നു. കാരണം പ്രഡിക്റ്റബിൾ ആണ് അനുമോളുടെ സംഭവം എന്ന് പറഞ്ഞാൽ. ഫുൾ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കിച്ചണാണ്. ആ കിച്ചണിൽ ഫുഡ് ഡിസ്ട്രിബ്യൂഷനിലാണ് പുള്ളിക്കാരി കണ്ടന്റ് ഉണ്ടാക്കാറ്. പലപ്പോഴും എപ്പോഴും അത് ബോറിങ് കണ്ടന്റ് ആണ് അനു. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്കൊക്കെ ഇത് കണ്ടന്റ് മടുത്ത്. ഇത് എന്താണ് ഇത് എല്ലാ ആഴ്ചയിൽ തന്നെ അനു കിച്ചണിൽ വന്നാൽ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അനു കിച്ചണിലേക്ക് ഇടണ്ട എന്ന് വിചാരിക്കുന്ന പലരും അവിടെ. മനസ്സിലായോ? അല്ല അനു കുക്ക് ചെയ്തുകൊണ്ട് തിന്നാൻ ബുദ്ധിമുട്ടൊന്നുമല്ല. അതൊരു പ്രശ്നമുണ്ട്. വളരെ ചുരുക്കം വീക്കിൽ ഉണ്ടായിട്ടുള്ള അനു അധികം പ്രശ്നം. എനിക്ക് തോന്നുന്നു ഫയറിങ് കിട്ടി കഴിഞ്ഞിട്ടുള്ള ആ വീക്കിലൊന്നും അനു അധികം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അത് പിന്നെ ഇത് സ്ട്രാറ്റജിനെ കൊണ്ടുവന്നത് പുള്ളിക്കാരുടെ സ്ട്രാറ്റജിയാണത്. പക്ഷേ ഇത് എത്രത്തോളം ഇനി ആ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. പിന്നെ ഇതിൽ ആദിലെ നെഗറ്റീവാണ് സാധനം. ആദിലെ വായിലിരിക്കുന്ന വാക്ക് അതിൽ കൺട്രോൾ ചെയ്യണം. അത് ഭയങ്കരമായിട്ട് ഷാർപ്പ് വേർഡ്സാണ് പുള്ളിക്കാരി യൂസ് ചെയ്യുക കേട്ടോ. എന്താണ് ആൾക്കാരെ അങ്ങനെ അടിച്ച് താഴ്ത്താം. ദാറ്റ്സ് ഹൗ ഷീ ഡസ് ഇറ്റ്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ആദിലേക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ട്. അതുകൊണ്ട് എത്രത്തോളം ആദിലയുടെ ഇനി അനുമോൾക്ക് എഗൻസ്റ്റ് പോയതുകൊണ്ട് ആദിലയുടെ സ്ഥിതി എന്താവുമെന്ന് എനിക്കറിയില്ല. ഇതുവരെ ആദിലെ നൂറെ സുഖമായിട്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം ഷാനവാസും അനുമോളും അവർ രണ്ടിൻ്റെ ഗ്രൂപ്പിലായതുകൊണ്ട് നെഗറ്റീവ് ഒന്നും അടിക്കാതെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അവർക്ക് എഗെയിൻസ്റ്റ് ഒന്ന് വന്ന് നോക്ക്. അപ്പം അറിയാം പുറത്ത് എന്തായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. ഞാൻ കുറച്ച് വൈകിയല്ലേ രാവിലെ എടുക്കുന്നത്. അപ്പോൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അതുവരെ ബൈ.